ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 53. ഓം സ്ഥവിഷ്ഠായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 53. സ്തവിഷ്ടഃ, ഏറ്റവും വലുത് എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ സ്തവിഷ്ട എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചം വളരെ വലുതാണ്. ഈ പ്രപഞ്ചം ഉദ്ഭവിച്ച വിരാട് സ്വരൂപം അതിനേക്കാളും വലുതാണ്. ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ ഭഗവാന്റെ വിശ്വരൂപത്തെപ്പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകോദ്യുതായുധം, ദിവ്യമാല്യാംബരധരം, ദിവ്യഗന്ധാനുലേപനം, സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അസംഖ്യം മുഖങ്ങളോടും നേത്രങ്ങളോടും കൂടിയവനും, അദ്ഭുത ദൃശ്യങ്ങളാൽ സമൃദ്ധനും, അനേകം ദിവ്യാഭരണങ്ങൾ ധരിച്ചവനും, അസംഖ്യം ആയുധങ്ങളെ കൈകളിൽ പിടിച്ചവനും, ദിവ്യങ്ങളായ മാലകളും വസ്ത്രങ്ങളും അണിഞ്ഞവനും, ദിവ്യ സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തവനും, സർവാശ്ചര്യമുളവാക്കുന്നവനും, പ്രകാശം പരത്തുന്നവനും, അന്തമില്ലാത്തവനും, സകല ദിക്കുകളിലും മുഖമുള്ളവനുമായ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപത്തെയാണ് അർജുനൻ ദർശിച്ചത്. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് കഠോപനിഷത്ത് പറയുന്നു. അണുവിലും അണുവും മഹത്തിലും മഹത്തുമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ഏറ്റവും വലുതായ രൂപത്തെയാണ് സ്തവിഷ്ട എന്ന നാമം സൂചിപ്പിക്കുന്നത്. വാമനനായി അവതരിച്ച മഹാവിഷ്ണു ത്രിവിക്രമനായി വളർന്നു വലുതായി 3 ലോകങ്ങളെയും 2 അടിയായി അളന്ന് മഹാബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് പറഞ്ഞയച്ച ഭാഗവത കഥയും ഭഗവാന്റെ ഈ ബൃഹത്തായ രൂപത്തെ വെളിപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ.